സ്റ്റാഫ് മീറ്റിംഗ്, SRG മീറ്റിംഗ് തുടങ്ങിയ കൂടിയാലോചനകളോടുകൂടി 2024-25 അധ്യയന വർഷത്തിന് ആരംഭമായി. മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ, പരിസരം വൃത്തിയാക്കൽ, അലങ്കാരം തുടങ്ങിയവ പ്രവേശനോത്സവത്തിന് മുന്നോടിയായി നടന്നു. നവാഗതരെ സ്വീകരിക്കുന്നതിന് വർണ്ണാഭമായി സ്കൂളും പരിസരവും ഒരുങ്ങി. ജൂൺ 3 സ്കൂൾ പ്രവേശനോത്സവം. പ്രാർത്ഥനയോടെ കാര്യപരിപാടികൾക്ക് തുടക്കമായി. പ്രാർത്ഥനയ്ക്ക് കാരക്കുണ്ട് ഇടവക വികാരി ഫാദർ റോണി നേതൃത്വം നൽകി. ഈ വർഷം 11 കുട്ടികളാണ് പുതിയതായി സ്കൂളിൽ എത്തിച്ചേർന്നത്. സ്കൂൾ കവാടത്തിൽ നിന്നും ഘോഷയാത്രയോടെ ഇവരെ സ്കൂളിലേക്ക് ആനയിച്ചു. ശേഷം നടന്ന സമ്മേളന ചടങ്ങിന് സിസ്റ്റർ ഹെലേന സ്വാഗതമേകി. കുട്ടികളെ പൂവും തൊപ്പിയും നൽകി സ്വീകരിച്ചു. PTA പ്രസിഡന്റ് ഷൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിന് റവറന്റ് ഫാദർ റോണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ശ്രീ ജിൻസൺ, സുമ ടീച്ചർ, ബീന ടീച്ചർ ഇവർ ചേർന്ന് നടത്തി. പുതിയ പാഠപുസ്തകങ്ങളുടെ വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബുരാജ് നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ജൂൺ 5 ബുധനാഴ്ച രാവിലെ 9:30 അസംബ്ലി കൂടി. വിവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഐബിൻ ഐസക്കും ജോമോനും ചേർന്ന് അവതരണം നടത്തി. അന്നേ ദിവസം വൈകുന്നേരം 30ഓളം ഫലവൃക്ഷ തൈകൾ സ്കൂൾ പരിസരത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായുള്ള മെരി ലൈഫ് പദ്ധതിക്ക് 1 മുതൽ +2 വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ജൂൺ 13 വ്യാഴാഴ്ച 11:30 പ്രകൃതിയെ അടുത്തറിയാനായി നടന്ന പാരിസ്ഥിതിക യാത്രയായിരുന്നു ആദ്യത്തേത്. പ്രദേശവാസിയായ ശ്രീ രമേശൻ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വരും. വയലിലൂടെ വെള്ളം വരുമ്പോൾ ഇത് ശക്തമായിട്ട് വരും. ഒരു 30 വർഷം മുമ്പ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ആയിരുന്നില്ല. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു കോറയായതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും. ജൈവ വൈവിധ്യം, ആവാസ വ്യവസ്ഥ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തുടങ്ങിയവ ഈ യാത്രയിലൂടെ കുട്ടികൾ മനസ്സിലാക്കി. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാനസിക ഉന്മേഷം നൽകുന്നതായിരുന്നു യാത്ര. ജൂൺ 19 വായനാ ദിനം. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി സ്കൂളിൽ സമുചിതമായി ആചരിച്ചു. വായനാ വാരാചരണത്തിന് തുടക്കമായി. HM സിസ്റ്റർ ഹെലേന ആമുഖ പ്രഭാഷണം നടത്തി. സ്മിത സിസ്റ്റർ വായനാ ദിന സന്ദേശം നൽകി. അസംബ്ലിയിൽ വായനാ കാർഡുകൾ നൽകുകയും വിവിധ കുട്ടികളെ കൊണ്ട് അവ വായിപ്പിക്കുകയും ചെയ്തു. ആദിദേവ് സി സ്വന്തമായി എഴുതിയ കഥ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ഐബിനും അമൽദേവും ചേർന്ന് കവിതാലാപനം നടത്തി. അഭയദേവ് പാഠപുസ്തകത്തിലെ കഥ വായിച്ചു. ജോമോൻ കഥ ISL രീതിയിൽ അവതരിപ്പിച്ചു. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ വകയായി പോസ്റ്റർ പ്രദർശനവും നടന്നു. നവദേവ് കഥ അവതരിപ്പിച്ചു.
സിസ്റ്റർ ജെസ്സി, സിസ്റ്റർ ആഗി എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ ലൈബ്രറി ആകർഷകമാക്കി. കുട്ടികൾക്ക് ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്യപ്പെട്ടു. ലൈബ്രറിയിൽ ഇരുന്നുള്ള വായനയ്ക്കും തുടക്കമായി. വായനാദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായിട്ടാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ഐറിൻ, അനുഗ്രഹ എന്നീ കുട്ടികൾ HSS വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ആൻമരിയ, ദേവനന്ദ എന്നീ കുട്ടികളും UP വിഭാഗത്തിൽ ജോമോൻ, ക്രിസ്റ്റി എന്നിവരും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ജൈറ സംഘടനയുടെ മേൽനോട്ടത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നടത്തുന്ന ജില്ലയിലെ ചിത്രശലഭങ്ങളുടെ വൈവിധ്യം എന്ന ഗവേഷണ പരിപാടിയുടെ തുടർച്ചയ്ക്ക് തുടക്കമായി. സംഘടനയിലെ ഡോക്ടർ നിഷ, ഡോക്ടർ ജോസ്, സ്കൂൾ അധ്യാപകരായ സിസ്റ്റർ നിമ്മി, സിസ്റ്റർ ജെസ്സി, കൃഷ്ണകുമാരി ടീച്ചർ എന്നിവർ ഇതിന് മേൽനോട്ടം നൽകുന്നു. ചിറകുകൾക്ക് മനോഹരമായ നിറങ്ങൾ ഉണ്ട്. നിശാശലഭത്തിന്റെ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ അസംബ്ലി കൂടി. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഹെലേന ആമുഖ പ്രഭാഷണം നടത്തി. ജീവിതം ഒരു ലഹരിയാക്കണമെന്നും കളി, പഠനം, വായന ഇവയിൽ ലഹരി കണ്ടെത്തണമെന്നും കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. ഹരിദാസ് മാഷാണ് ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് കൈകാര്യം ചെയ്തത്. മദ്യം, പുകവലി, മയക്കുമരുന്ന് എന്നിവ നമ്മുടെ ആരോഗ്യത്തിനും ജീവന് തന്നെയും ഭീഷണിയാണെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞു. ആഷ്ന മരിയ വരച്ച ലഹരി വിരുദ്ധ പോസ്റ്റർ അസംബ്ലിയിൽ പ്രദർശിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചു. ആഷ്ന മരിയ, അഭിനന്ദ്, നവദേവ് എന്നീ കുട്ടികൾ യഥാക്രമം 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി.